വിശുദ്ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിന്റെ 152-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ പൊൻ സുദിനത്തിൽ അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു കൊച്ചു സംഭവം ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ഇടതിങ്ങിയ വൻ വൃക്ഷങ്ങളുടെ മധ്യേ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചെറുകുടിലുകൾ, ഇരുവശങ്ങളും കുറ്റിച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒറ്റയടി പാത, പല്ലവഹക്കാരുടെ വിളികൾ നിശബ്ദതയെ തുടച്ചു മാറ്റിക്കൊണ്ടിരുന്നു. പല്ലക്കു സഞ്ചാരി ചുറ്റും നോക്കി. അദ്ദേഹം പെട്ടെന്ന് പല്ലകത്തിൽ നിന്നിറങ്ങി. ക്യാൻസർ ബാധിതനായ ഒരു സാധു മനുഷ്യൻ വേദനയാൽ പിടയുന്നു. പഴുത്തു കിടക്കുന്ന വ്രണങ്ങൾ, മുറിവിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം, മൃതപ്രായനായി കിടക്കുന്ന മനുഷ്യരൂപം. അദ്ദേഹം ആ കൊച്ചു കുടിലിലേക്ക് കയറി. കാരുണ്യമൂറുന്ന മിഴികളോടെ ആ സാധു മനുഷ്യനെ സ്വാതന്ത്ര്യമേകി ആശ്വസിപ്പിച്ചു. വേദനയാൽ പിടയുന്ന രോഗിയുടെ സമീപത്ത് ചങ്ങനാശ്ശേരിയുടെ ഭരണസാരഥി അഭിമന്യ കുര്യാളശ്ശേരി പിതാവ് ആ സാധു മനുഷ്യന്റെ ഹൃദയം പിടഞ്ഞു. താൻ കാണുന്നത് സത്യമോ? ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കൈവഴിയായി വിശുദ്ധയുടെ വെൺമേഘമായി മാറിയ കുര്യാളശ്ശേരി പിതാവിന്റെ ജീവിതം ആലംബഹീനർക്ക് അഭയമായി. നമുക്കും അദ്ദേഹത്തിന്റെ വിശുദ്ധമായ പാത പിന്തുടരാം. വിശുദ്ധന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കാം. നന്ദി.